എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മേഘങ്ങളാണ്. മേഘങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. മേഘങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മേഘങ്ങളെ കുറിച്ചുള്ള പഠനം. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് നെഫോളജി. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നെഫോളജി. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. നെഫോളജിയാണ് മേഘങ്ങളെ കുറിച്ചുള്ള പഠനം. ഇനി ഭൂമിയുടെ എത്ര ശതമാനമാണ് മേഘാവൃതമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 50%. ഭൂമിയുടെ എത്ര ശതമാനമാണ് മേഘാവൃതമായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര ശതമാനമാണ്? 50% മേഘാവൃതമായിരിക്കുന്നത്. ഇനി മറ്റൊരു പോയിന്റാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി. ഇനി ഈ മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹെവാൾഡ്. ലൂക്ക് ഹെവാൾഡ് എന്ന ശാസ്ത്രജ്ഞനാണ് മേഘങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് നെഫോളജി. ഭൂമിയിൽ 50% എന്ത്? മേഘാവൃതമായിരിക്കുന്നത്. അതുപോലെ മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത്? ട്രോപ്പോസ്ഫിയർ. അതുപോലെ എന്താണ്? മേഘങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലൂക്ക് ഹെവാൾഡ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് മേഘങ്ങളുടെ വർഗീകരണം എങ്ങനെയാണെന്ന് നോക്കാം. മേഘങ്ങളെ പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഉന്നതതല മേഘങ്ങൾ അഥവാ ഹൈ ക്ലൗഡ്സ്, ദെൻ മധ്യതല മേഘങ്ങൾ അഥവാ മിഡിൽ ക്ലൗഡ്സ്, അതുപോലെ നിമ്നതല മേഘങ്ങൾ അഥവാ ലോ ക്ലൗഡ്സ്. ഇതാണ് 3 തരം മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി അവ ഓരോന്നിന്റെ പോയിന്റ്സ് നോക്കാം. ഉന്നതതല മേഘങ്ങൾ എന്ന് വെച്ചാൽ ഭൗമോപരിതലത്തിൽ നിന്നും 5000 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെയാണ് എന്ത് പറയുന്നത്? ഉന്നതതല മേഘങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നിമ്നതല മേഘങ്ങൾ എന്ന് വെച്ചാൽ ഭൗമോപരിതലത്തിൽ നിന്നും 2000 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് നിമ്നതല മേഘങ്ങൾ. മധ്യതല മേഘങ്ങൾ എന്ന് വെച്ചാൽ 2000-ന്റെയും 5000-ന്റെയും ഇടയിൽ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് എന്ത്? മധ്യതല മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഉന്നതതല മേഘങ്ങൾക്ക് എക്സാമ്പിൾ ആണ് സിറസ് മേഘങ്ങൾ, അതുപോലെ സിറോസ്ട്രാറ്റസ് മേഘങ്ങൾ, സിറോ ക്യുമുലസ് മേഘങ്ങൾ. സിറോ സ്ട്രാറ്റസ്, അതുപോലെ സിറോ ക്യുമുലസ്. ഇനി മധ്യതല മേഘങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ആൾട്ടോ സിറസ്, ആൾട്ടോ സ്ട്രാറ്റസ്, അതുപോലെ ആൾട്ടോ ക്യുമുലസ്. ഇനി നിമ്നതല മേഘങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ക്യുമുലസ് സ്ട്രാറ്റസ്, ക്യുമുലോ നിംബസ്, അതുപോലെ നിംബോ സ്ട്രാറ്റസ്. അപ്പൊ ഇത്രയാണ് എന്ത്? മേഘങ്ങളുടെ വർഗീകരണം. ഇത് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടില്ല, പക്ഷേ ചോദിച്ചാൽ നമുക്ക് എന്തായാലും എഴുതണം. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക. എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഓരോ മേഘങ്ങളും അവയുടെ പ്രധാനപ്പെട്ട പോയിന്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളാണ്. ക്യുമുലസ് മേഘങ്ങളെ പറ്റി പറയുമ്പോൾ ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. അതുപോലെ കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെ കാണുന്നു, അതുപോലെ കോളിഫ്ലവറിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. ഇനി മറ്റൊരു പോയിന്റ് ആണ് പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ക്യുമുലസ് മേഘങ്ങൾ തന്നെയാണ്. പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? ക്യുമുലസ് മേഘങ്ങൾ. ഇനി സംവഹന പ്രക്രിയ മൂലം ഉണ്ടാവുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. സംവഹന പ്രക്രിയ മൂലം ഉണ്ടാവുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? ക്യുമുലസ് മേഘങ്ങൾ തന്നെയാണ്. പ്രസന്നമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. പ്രസന്നമായ
കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന മേഘങ്ങൾ ഏത് തന്നെയാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. അപ്പൊ ക്യുമുലസ് മേഘങ്ങളെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്? ചെമ്മരിയാടിന്റെ രോമക്കെട്ടുകൾ പോലെയും അതുപോലെ കോളിഫ്ലവറിന്റെ ആകൃതിയിലും പഞ്ഞിക്കെട്ടുകൾ പോലെയെല്ലാം കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. അതുപോലെ ക്യുമുലസ് മേഘങ്ങൾ സംവഹന പ്രക്രിയയിലൂടെ ഉണ്ടാവുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലസ് മേഘങ്ങളാണ്. അതുപോലെ പ്രസന്നമായ കാലാവസ്ഥ പ്രതിനിധാനം ചെയ്യുന്ന മേഘങ്ങളാണ് എന്ത്? ക്യുമുലസ് മേഘങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. മറ്റൊരു തരം മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. സിറസ് മേഘങ്ങൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറയുന്നത് വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത്, വെള്ള നിറത്തിലെ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? സിറസ് മേഘങ്ങൾ. അതുപോലെ കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? സിറസ് മേഘങ്ങൾ തന്നെയാണ്. വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നതും അതുപോലെ കൈച്ചൂലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏത് തന്നെയാണ്? സിറസ് മേഘങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു മേഘം നോക്കാം, നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങളെ പറ്റി പറയുമ്പോൾ ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നിംബസ് മേഘങ്ങളാണ്. അതുപോലെ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് ഏത്? നിംബസ് മേഘങ്ങൾ. അതുപോലെ ചാരനിറത്തിലോ ആകാശത്തിന് ചാരനിറത്തിലോ അതുപോലെ തന്നെ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? നിംബസ് മേഘങ്ങൾ. ആകാശത്തിൽ ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. അപ്പോൾ ഓർത്തു നോക്കുക, മഴ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഇടി ഉണ്ടാവും. മഴയും ഇടിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന നിറം എന്തായിരിക്കും? കറുപ്പ് നിറമായിരിക്കും. അപ്പോൾ എന്താണ്? കാർമേഘം എന്ന് നമ്മൾ പറയും. അപ്പോൾ കറുത്ത നിറമായിരിക്കും ആകാശത്തിന് ഉണ്ടാവുക. അപ്പോൾ എന്താണ്? നിംബസ് മേഘങ്ങളെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ അതാണ് ഓർക്കേണ്ടത്. മഴ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഇടി ഉണ്ടാവും. അപ്പോൾ ആകാശത്തിന്റെ നിറം കറുപ്പായിരിക്കും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബസ് മേഘങ്ങളാണ്. അതുപോലെ മഴയ്ക്ക് കാരണമാകുന്നു. അതുപോലെ തന്നെ ആകാശത്തിന് ചാരനിറം അല്ലെങ്കിൽ കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? നിംബസ് മേഘങ്ങൾ തന്നെയാണ്. സിറസ് മേഘങ്ങൾ എന്തായിരുന്നു? വെള്ള നിറത്തിൽ തൂവൽ കെട്ടുകൾ പോലെയോ കൈച്ചൂലിന്റെ ആകൃതിയിലും കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത് പറഞ്ഞു? സിറസ് മേഘങ്ങൾ. ഇനി സ്ട്രാറ്റസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറയുമ്പോൾ തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അതുപോലെ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും സ്ട്രാറ്റസ് മേഘങ്ങളാണ്. തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നതും സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ചാറ്റൽ മഴയുണ്ടാവുന്ന അവസ്ഥയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. ചാറ്റൽ മഴയുള്ള സമയത്ത് കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഭൗമോപരിതലത്തിനോട് ചേർന്നു കിടക്കുന്ന മേഘങ്ങളാണ് എന്ത്? സ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ മൂടൽമഞ്ഞിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? സ്ട്രാറ്റസ് മേഘങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ ശൈത്യകാല മേഘങ്ങൾ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ തന്നെയാണ്. ചാറ്റൽ മഴയുള്ള അവസ്ഥയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ എന്താണ്? ഭൗമോപരിതലത്തിനോട് ചേർന്ന് കിടക്കുന്നവയാണ്. അതുപോലെ മൂടൽ മഞ്ഞിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളും എന്ത് തന്നെയാണ്? സ്ട്രാറ്റസ് മേഘങ്ങൾ തന്നെയാണ്. ഇനി അടുത്ത മേഘങ്ങളാണ് ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ തന്നെ ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങളും ആൾട്ടോ ക്യുമുലസ് മേഘങ്ങളും. ആൾട്ടോ സ്ട്രാറ്റസ് മേഘങ്ങളെ പറ്റി പറയുമ്പോൾ ആകാശത്തിനെ മൂടി നേർത്ത പാട പോലെ കാണപ്പെടുന്ന
മേഘങ്ങളാണ് ആൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിനെ മൂടിയിട്ട് നേർത്ത പാട പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങൾ. ആകാശത്തിന് നീല, ചാരനിറം എന്നിവ നൽകുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങളാണ്. അപ്പോൾ ആകാശത്തിനെ മൂടി നേർത്ത പാട പോലെ കാണപ്പെടുന്നതും അതുപോലെ ആകാശത്തിന്റെ നീല, ചാരനിറം എന്നിവയിൽ കാണപ്പെടുന്ന മേഘങ്ങളും ഏത് തന്നെയാണ്? ആൾട്ടോസ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഇനി ആൾട്ടോ ക്യുമുലസ് നോക്കുകയാണെങ്കിൽ ആകാശത്തിൽ തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് എന്ത്? ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. തിരമാലകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. കൊടുങ്കാറ്റിന്റെ സൂചകമായി പറയുന്ന മേഘങ്ങളാണ് എന്ത്? ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. അപ്പോൾ ആകാശത്തിൽ തിരമാലകൾ പോലെ കാണപ്പെടുന്നു, അതുപോലെ തന്നെ കൊടുങ്കാറ്റിന്റെ സൂചകമായി പറയുന്ന മേഘങ്ങളാണ് എന്ത്? ആൾട്ടോ ക്യുമുലസ് മേഘങ്ങൾ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ആൾട്ടോസ്ട്രാറ്റസ്, ആൾട്ടോ ക്യുമുലസ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയത്തിന് കാരണമായിട്ടുള്ള മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിറോസ്ട്രാറ്റസ് മേഘങ്ങളാണ്. സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയത്തിന് കാരണം ഏത് മേഘങ്ങളാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിറോസ്ട്രാറ്റസ് മേഘങ്ങളാണ്. ഇനി മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ സിറോ ക്യുമുലസ് മേഘങ്ങളാണ്. സിറോ ക്യുമുലസ് മേഘങ്ങളാണ് മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്നത്. മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സിറോ ക്യുമുലസ് മേഘങ്ങളാണ്. ഇനി ശക്തമായ ഇടിയും മഴയും, ഇടിയോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ക്യുമുലോ നിംബസ് ആണ്. ക്യുമുലോ നിംബസ് ആണ് ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണം. ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമായിട്ടുള്ള മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതായിരുന്നു? നിംബസ് മേഘങ്ങളായിരുന്നു. ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്നത്, അതുപോലെ മഴയ്ക്ക് കാരണമായിട്ടുള്ള മേഘങ്ങൾ എന്നൊക്കെ ചോദിച്ചാൽ നിംബസ് മേഘങ്ങളാണ്. ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമായ മേഘങ്ങൾ ഏതാണെന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഏതാണ്? ക്യുമുലോ നിംബസ് മേഘങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? സൂര്യനും ചന്ദ്രനും ചുറ്റുമുള്ള മഞ്ഞ വലയത്തിന് കാരണമായിട്ടുള്ള മേഘങ്ങളാണ് സിറോസ്ട്രാറ്റസ് മേഘങ്ങൾ. അതുപോലെ സിറോ ക്യുമുലസ് എന്തായിരുന്നു? മീനിന്റെ ചെതുമ്പൽ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോ ക്യുമുലസ്. അതുപോലെ ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമായിട്ടുള്ള മേഘങ്ങളാണ് ക്യുമുലോ നിംബസ് എന്ന് പറയുന്നത്. ഇനി വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമാകുന്ന മേഘക്കൂട്ടങ്ങളെ പറയുന്ന പേരാണ് എയർ പോക്കറ്റ്സ്. എന്താണ് എയർ പോക്കറ്റ്സ് എന്ന് വെച്ചാൽ വിമാനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സമാകുന്ന മേഘക്കൂട്ടങ്ങളെ പറയുന്ന പേരാണ് എയർ പോക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ അന്തരീക്ഷ മലിനീകരണ പുതപ്പായി കാണപ്പെടുന്ന മേഘങ്ങളാണ് ബ്രൗൺ ക്ലൗഡ്. ബ്രൗൺ ക്ലൗഡ് എന്താണ്? ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ അന്തരീക്ഷ മലിനീകരണ പുതപ്പായി കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രൗൺ ക്ലൗഡ് ആണ്. ബ്രൗൺ ക്ലൗഡ്. ഇനി മറ്റൊരു പോയിന്റ്, പർവ്വതങ്ങളുടെയും മലകളുടെയും എല്ലാം മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ബാനർ മേഘങ്ങളാണ്. ബാനർ മേഘങ്ങളാണ് പർവ്വതങ്ങളുടെയും മലകളുടെയും എല്ലാം മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാനർ മേഘങ്ങളാണ്. ഇനി തറനിരപ്പിനോട് അടുത്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് ഫോഗ്. തറനിരപ്പിനോട് അടുത്ത് കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫോഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. എന്തൊക്കെയാണ്? സൂര്യനും ചന്ദ്രനും ചുറ്റും മഞ്ഞ വലയം ചേർക്കുന്നത് സിറോസ്ട്രാറ്റസ് ആണ്. ഇനി മീനിന്റെ ചെതുമ്പലിന്റെ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറോ ക്യുമുലസ്. ശക്തമായ ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമായിട്ടുള്ള മേഘങ്ങളാണ് ക്യുമുലോ നിംബസ്. ദെൻ വിമാന യാത്രക്കിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന മേഘങ്ങളാണ് എന്തറിയപ്പെടുന്നത്? എയർ പോക്കറ്റ്സ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ബ്രൗൺ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ മുകളിൽ ഒരു അന്തരീക്ഷ മലിനീകരണ പുതപ്പായി കാണപ്പെടുന്നതാണ് ബ്രൗൺ ക്ലൗഡ്. അതുപോലെ പർവ്വതങ്ങളുടെയും മലകളുടെയും മുകളിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ബാനർ മേഘങ്ങൾ. തറനിരപ്പിനോട് അടുത്ത് കാണപ്പെടുന്ന മേഘങ്ങളാണ് ഫോഗ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മേഘങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.